എൻ്റെ ഗ്രാമം സുന്ദരഗ്രാമം എന്ന കാഴ്ചപ്പാടോടെ ഡ്രീംസ് ചുണ്ടയുടെ ആഭിമുഖ്യത്തിൽ ചുണ്ട ഗ്രാമം ശുചീകരിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. എൻ്റെ ഗ്രാമം സുന്ദരഗ്രാമം എന്ന കാഴ്ചപ്പാടോടെ ഡ്രീംസ് ചുണ്ടയുടെ ആഭിമുഖ്യത്തിൽ ചുണ്ട ഗ്രാമം ശുചീകരിച്ചു. പഞ്ചായത്ത് അംഗം സജിനി മോഹൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടെ ഇന്ന് ചെറിയൊരു ക്ലീനിങ്, നമ്മുടെ ഡ്രീംസ് ചുണ്ട സംഘത്തിൻ്റെ ചെറിയൊരു ക്ലീനിങ് നടത്താൻ തീരുമാനിച്ചു. അത് വളരെ ഭംഗിയായി നമ്മൾ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതിലേക്ക് എല്ലാ മെമ്പറേയും സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഉദ്ഘാടനത്തിന് മെമ്പർ. ഈ ഡ്രീംസ് ചുണ്ട എന്നൊരു സംഘം രൂപീകരിച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത്രയും നല്ലൊരു പ്രവർത്തനം ഈ 1 വർഷം കഴിഞ്ഞ് ഇവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു റെസിഡൻസ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അല്ല, ഇത് ഒരു പ്രദേശത്തുള്ളവർ മാത്രമല്ല, ഇത് പല പ്രദേശത്തു നിന്നും ഉള്ള ഒരു കൂട്ടായ്മയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇതിൽ ഏറ്റെടുത്ത ഈ ഒരു പ്രവർത്തനം എന്താ പറയുക, അത്രയും നല്ലൊരു പ്രവർത്തനമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ, ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവർ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല പ്രവർത്തനം. ഇപ്പോൾ മാലിന്യമുക്ത കഴിഞ്ഞ മാസം നമ്മൾ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞു. അപ്പോൾ 7 വർഷം കഴിഞ്ഞു. 2017 മാലിന്യമുക്ത നവകേരള പദ്ധതി തുടങ്ങിയിട്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം നമ്മൾ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു പദ്ധതി വിജയിച്ച് തന്നെ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രദേശങ്ങളായി നമ്മുടെ നാട് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. MCF തന്നെ നമുക്ക് അറിയാം, ഓരോ മാസവും വന്നു ചേരുന്ന പ്ലാസ്റ്റിക് എത്രയാണ്, ടൺ കണക്കിന് പ്ലാസ്റ്റിക്കാണ് പഞ്ചായത്തിൽ നിന്ന്, ഓരോ മാലിന്യങ്ങളാണ് പഞ്ചായത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട് ഈ ഒരു സമയത്ത് നമ്മുടെ നാട് ഏത് തരത്തിലാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം പല മാരക രോഗങ്ങളും പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കുകളൊന്നും പോകുന്നില്ലെങ്കിൽ, ഇതുപോലെ എടുത്തുകൊണ്ട് പോകുന്നില്ലെങ്കിൽ മുഴുവനും നമ്മുടെ ജലാശയങ്ങളിലും മറ്റ് കത്തിച്ച് കളയും ഒക്കെ ചെയ്യുമായിരുന്നു. BV ജിനേഷ് അധ്യക്ഷത വഹിച്ചു. ഏറ്റവും അടിത്തട്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശുചിത്വ ഗ്രാമം സുന്ദര ഗ്രാമം ആ ഒരു ലക്ഷ്യത്തിലൂടെ നമുക്ക് നമ്മുടെ നാടിനെ മാലിന്യത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാം. അതുപോലെ മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി നമുക്കറിയാം, പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അത് കാരണമായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇതൊരു നല്ല വിജയമാക്കണം എന്ന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. P. ലതീഷ്, സിനു അരീക്കൽ, സുരേഷ്, ബൈജു, ഭാസ്കരൻ, പ്രഭാകരൻ, ബാബു കരിമ്പൻ എന്നിവർ പ്രസംഗിച്ചു. ഡ്രീംസ് ചുണ്ട എന്നാണ് സംഘത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ നടത്തുന്ന ആദ്യത്തെ ഒരു ശുചീകരണ പ്രവർത്തനമാണ്. നമ്മൾ സംഘം രൂപീകരിച്ചിട്ട് 1 വർഷം തികഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യമാണ്. മാലിന്യമുക്തമായ ഒരു നാടിനു വേണ്ടി, നല്ല നാടിനു വേണ്ടി നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ മഴക്കാലം രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാലിന്യങ്ങൾ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു നാടിനെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഡ്രീംസ് ചുണ്ടയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാലിന്യമുക്ത ഗ്രാമം എന്ന ഒരു ലക്ഷ്യം കൈവരിക്കാൻ, അല്ലെങ്കിൽ മാലിന്യമുക്ത കേരളം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടി കൂടിയാണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ അടിത്തട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ നാട് നന്നാക്കുക, അതുപോലെ തന്നെ വാർഡ് തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഈ മാലിന്യം നിർമ്മാർജ്ജനം
ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ആദ്യ സംരംഭം എന്ന നിലയ്ക്കാണ് ഞങ്ങളിങ്ങനെ നമ്മുടെ നാട് ശുചീകരിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ സംഘത്തിലെ മുഴുവൻ ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് നമ്മളെ വാർഡ് മെമ്പറാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ മെമ്പർക്ക് മറ്റു പരിപാടി ഉള്ളതിനാൽ പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.